ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ എവിടെയാ വന്നേന്നറിയോ? ഒന്ന് നോക്കിയേ, ഇതിൽ തിരിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ വന്നത് ഡിസൈനർ ഔട്ട്ലെറ്റ് ബെർലിനിൽ നമുക്കൊരു പ്ലേസ് ഉണ്ട്. അവിടെ ഫുൾ ബ്രാൻഡ്സ് മീൻസ് നമ്മുടെ വേൾഡിലുള്ള എല്ലാ മേജർ ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അത് ബെർലിനിൽ മാത്രമല്ല, നമുക്ക് ലണ്ടനിലും പിന്നെ എന്താ പറയുക വേറെ യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ലണ്ടനിൽ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ വേറെ യൂറോപ്യൻ കൺട്രീസിൽ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബെർലിനിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ട്. നമ്മൾ അവിടേക്ക് ഇന്ന് വന്നേക്കാണ്. ഇന്ന് നമുക്ക് ഈസ്റ്ററിൻ്റെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. ഈസ്റ്ററിൻ്റെ വീക്ക് കഴിഞ്ഞിട്ടില്ല, ബിക്കോസ് ഇവിടെ മെയ് 1 നമുക്ക് ഇന്റർനാഷണൽ ലേബേഴ്സ് ഡേ അല്ല, അന്ന് ലീവായിരുന്നു. പിന്നെ വീക്കെൻഡ്സ് വന്നു. എല്ലാം കൂടി മെയ് 5 വരെ ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ ഓഫേഴ്സ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും എൻ്റെ റൂംമേറ്റും കൂടി. അപ്പോൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞു. ഇനി ഹെയറിൽ കുറച്ച് ഓയിൽ തേക്കണം, പിന്നെ അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ആവും. പിന്നെ കുറച്ച് കേർലി ഹെയർ റുട്ടീൻ അങ്ങനെ ഹെയർ റുട്ടീനൊക്കെ ചെയ്ത് ഞാനും എൻ്റെ റൂംമേറ്റും കൂടി റെഡി ആയിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കാട്ടോ. കുറച്ച് ലേറ്റായി. 8 മണിക്ക് അവിടെ ഷോപ്പ് അടയ്ക്കും. ഞങ്ങൾ വേഗം ധൃതിയിലിറങ്ങി. हाय करो. ഇതിന്റെ ഇടയിൽ കുറെ ട്രെയിൻസ് വന്നുപോയി, പക്ഷെ ഫൈനലി നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇപ്പോഴാ വന്നേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി സീറ്റൊക്കെ തപ്പി സെറ്റിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി എൽസ്റ്റാൽ സ്റ്റേഷനിൽ എത്തിട്ടോ. ഇവിടുന്ന് ഒരു ബസ് എടുത്തിട്ട് വേണം നമുക്ക് ഡിസൈനർ ഔട്ട്ലെറ്റിൽ പോവാൻ. അന്നത്തെ ദിവസം ഒരു ഗ്ലൂമി ക്ലൈമറ്റ് ആയിരുന്നു, മഴ പെയ്തിരുന്നു, ആകെ മൂടി നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അധികം ലൈറ്റ് ഇല്ലാത്ത. അങ്ങോട്ട് പോവാനുള്ള ഒരു ബസ് നമ്പർ ശ്രദ്ധിക്കാട്ടോ, 668. ഞാൻ ഇൻട്രോ എടുക്കാൻ പാടുപെട്ടോണ്ടിരിക്കട്ടോ ഇവിടെ. അപ്പൊ ഗൈസ്, ഇതാണ് ഔട്ട്ലെറ്റിന്റെ പേര്. ഇതിന്റെ ലൊക്കേഷൻ കാണണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഈ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മൾട്ടി ബ്രാൻഡ് വില്ലേജ് ആണ്. ഇവിടെ നമ്മുടെ ഇന്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ബെർലിൻ സിറ്റിയിലും ഉണ്ട്, ബട്ട് ഇവിടെയും ബെർലിൻ സിറ്റിയിലും ടാക്സിന്റെ ഡിഫറൻസ് ഉണ്ട്. കാര്യം അത് സിറ്റിയും ഇത് വില്ലേജ് ആയതുകൊണ്ട് ടാക്സ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി റേറ്റ് കുറവിന് ഇവിടെ ഐറ്റംസ് കിട്ടാറുണ്ട്. പക്ഷെ ചില ഐറ്റംസിന് സെയിം റേറ്റും ഉണ്ടാവാറുണ്ട്, ഡിപ്പെൻസ് ഓൺ. പിന്നെ ഇവിടെ സമ്മർ, വിന്റർ, ഈസ്റ്റർ, ക്രിസ്മസ് അതിന്റെ സെയിൽസ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറവിന് നമുക്ക് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബെർലിന്റെ പോലെ നമുക്ക് ഷോപ്സ് അവൈലബിൾ അല്ല. ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിലും തന്നെ കഴിക്കണം. ഇവിടെ ഉള്ളിൽ മെക്ഡി, പിന്നെ 5 ഗൈസ് എന്ന് പറഞ്ഞ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഫ്രൈസും ബർഗറും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ പാസ്ത, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഡിഷസ് ഒക്കെ കിട്ടും. സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, നല്ല കളർഫുൾ ഫ്ലവേഴ്സ്. ഇനിയിപ്പോ കിഡ്സിനെ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അവർക്ക് സ്പെഷ്യലി പ്ലേ ഏരിയാസ് ഉണ്ട്. അവരെ എൻഗേജ് ആക്കി വെക്കാനുള്ള സകല ഐറ്റംസ് ഒക്കെ ഉണ്ട്. വരാ, ഷോപ്പിംഗ് ചെയ്യാ, ടെൻഷൻ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. അതന്നെ.
ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വിശന്നപ്പോൾ ഞങ്ങൾ ഈ 5 ഗൈസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറി. ഗൈസ് നടന്ന് ടയേർഡായി. എന്നിട്ട് ഞങ്ങളൊരു ഫ്രൈസ് വാങ്ങാന്ന് വിചാരിച്ച് വന്നതാ വേഗം. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. ഷോപ്സ് ഒക്കെ ഏകദേശം ക്ലോസ് ആയി തുടങ്ങി. ഞങ്ങൾക്ക് ലേറ്റ് ആയാലും ട്രെയിൻ കിട്ടില്ല കേട്ടോ തിരിച്ചു പോകാനായിട്ട്. ഈ ഗ്രാമത്തിലൊക്കെ പോയ ഇതാ പ്രശ്നം. പിന്നെ കള്ളു പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ കണ്ടില്ല. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ജർമ്മനിയിലും ഉണ്ട്. സക്സസ്ഫുള്ളി ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ചായ ഒക്കെ കുടിച്ച് ഫ്രണ്ടിന്റെ കുറച്ച് വർക്ക് റിലേറ്റഡ് കാര്യത്തിന് വേണ്ടി പോവാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു ഫുൾ ഡേ അവസാനിപ്പിച്ചു.